പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് JP ചെറിയാൻ. ഞങ്ങൾ വരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ ഈ ആൾത്താരെ നിൽക്കുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് സാബു ജോർജ്. ഞാൻ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ഹൈസ്കൂൾ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് 22 വർഷമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആവണമെന്ന്. എൻ്റെ വലിയ സ്വപ്നമായിരുന്നു. പക്ഷേ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ സെറ്റ് പാസ്സാവണം. പക്ഷേ എനിക്ക് സെറ്റ് ഞാൻ എഴുതി, എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു. ഞാനിനി എങ്ങനെ, ഇനി റിട്ടയർ ആവാൻ വളരെ കുറച്ച് വർഷങ്ങളും കൂടെ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ എനിക്ക് ഹയർ സെക്കൻഡറിയിൽ കയറണം, എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ കൃപാസനത്തിൻ്റെ കാര്യം പറയുന്നത്. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തയാണ്, ജപമാല ചൊല്ലിയാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷേ കൃപാസനം മാതാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം വിശ്വാസം വന്നില്ല. പക്ഷേ ഞാൻ പതുക്കെ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 2024 ജാനുവരി 30 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥനയോടെ എടുത്തു. വളരെ അത്ഭുതകരമായിട്ട് 31-ാം തീയതി ഒരു ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നു. ഹയർ സെക്കൻഡറി കയറാനായിട്ട് 10 വർഷം സർവീസ് ഉണ്ടെങ്കിൽ ഈ സെറ്റ് വേണ്ട. അത് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. എനിക്ക് 22 വർഷം സർവീസുണ്ട്. പക്ഷേ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് കയറാൻ സാധിച്ചില്ല. ഞങ്ങൾ ഓൺലൈനിൽ ഇങ്ങോട്ട് വരാൻ സാധിച്ചാതിരുന്നപ്പോൾ ഓൺലൈൻ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ 2024 ഡിസംബർ 8-ാം തീയതി ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്തു. ഞാനും ഹസ്ബൻഡും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. ഇത് ഞങ്ങളുടെ 2ാമത്തെ ഉടമ്പടിയാണ്. ഞങ്ങൾ പ്രതീക്ഷ കൈവിട്ടില്ല. എന്തായാലും ഈ ജൂണിൽ എനിക്ക് ഹയർ സെക്കൻഡറി അധ്യാപികയായിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഈ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കൃപ കിട്ടി. പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഒക്കെയുള്ളൊരു കൃപ കിട്ടി. പിന്നീട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ പത്രം വിതരണം ചെയ്യുന്നുണ്ട്. 4 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ക്ഷീണമാണെങ്കിൽ ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി നടന്ന് ഞാൻ വഴിയിലുള്ള എല്ലാവർക്കും പത്രം കൊടുക്കും. അതുപോലെ ഞാൻ SLC വാല്യുവേഷൻ ക്യാമ്പിൽ പോയപ്പോഴും ഒരുപാട് അധ്യാപകർ അവിടെ വരും. അപ്പോൾ അവർക്കൊക്കെ ഞാൻ കൃപാസന മാതാവിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും കൃപാസനത്തിൽ വരണം, ഞാൻ സാക്ഷിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പത്രങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ടീച്ചറായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഞാൻ വചനം പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. ഞാൻ ആദ്യം ക്ലാസ്സിലേക്ക് കയറുമ്പോൾ ഒരു സൈലൻറ്റ് പ്രെയർ ഉണ്ട്. വിസ്ഡം 9:10 സെൻഡ് വിസ്ഡം ഫ്രം ദ ഹോളി ഹെവൻ ഡൗൺ ഫ്രം യുവർ ഗ്ലോറിയസ് ത്രോൺ. ഈ പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിച്ചു. അവർക്കെല്ലാം ഇപ്പോൾ കാണാൻ അറിയാം. ഞാൻ ഹൈസ്കൂളിലെ ഓരോ ക്ലാസ്സിൽ ചെല്ലുമ്പോഴും ഈ വചനം പറഞ്ഞ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. ഞാൻ ഈശോയുടെ ആ നിമിഷം പ്രാർത്ഥിക്കും, ഈ എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യുന്ന പോലെ എൻ്റെ മുന്നിലുള്ള ഓരോ കുഞ്ഞുങ്ങളെയും ഈ വചനത്താൽ അഭിഷേകം ചെയ്ത് വിശുദ്ധരാക്കണമെന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ ക്ലാസ് തുടങ്ങുന്നത്. പിന്നെ വീട്ടിൽ അരമണിക്കൂർ ബൈബിൾ വായന ഉത്സാഹത്തോടെ തന്നെ ചൊല്ലുന്നുണ്ട്. പിന്നീട് ഞങ്ങൾ കാരുണ്യപ്രവൃത്തി ചെയ്യുന്ന അനാഥാലയങ്ങളിൽ പോയി ഞങ്ങൾ ഡ്രസ്സ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പൊതിച്ചോറിന് സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ PMR തിരുവനന്തപുരത്തൊരു PMR ഉണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ അവിടെ ഈ തൈലവുമായിട്ട് ചെന്ന് രോഗികളുടെ അടുത്ത് ചെന്ന് അവരുടെ നെറ്റിയിൽ കുരിശ് വരച്ച് അവർക്ക് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇനിയും എൻ്റെ വലിയ ആഗ്രഹമാണ് ഞങ്ങൾക്ക് ഈ ഉടമ്പടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും വിശ്വസ്തരായിട്ട് മരണം വരെ ഇങ്ങനെ ഈ ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് വിശുദ്ധരായി ജീവിക്കണം എന്നാണ് ഞങ്ങളുടെ 2 പേരുടെയും ആഗ്രഹം. മക്കളെയും വിശുദ്ധരായി ജീവിക്കാൻ പഠിപ്പിക്കുന്നു. അവരെയും വചനം പറഞ്ഞ് ആണ് ഞങ്ങൾ അവരെ വളർത്തുന്നത്. കുടുംബത്തിൽ ഞാൻ എപ്പോഴും പറയും, ഞാൻ ഈ ഉപ്പ് ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഈ ഉപ്പ് ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ കറിക്കകത്തും ഒക്കെ ഞാൻ ഇടുമ്പോഴാണ് വിശ്വാസ പ്രമാണം ചൊല്ലി ഈ ഉപ്പിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനപ്പോൾ പ്രാർത്ഥിക്കും, എല്ലാവരെയും വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം
19 തിരുവചനം പറയുന്നു, അറിവിനെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനങ്ങളിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും നല്ല വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൃപാസനം മാതാവ് സഞ്ചരിക്കാൻ തുടങ്ങി എന്നാണ് പലരും അറിഞ്ഞുകൊണ്ടുവരുന്നത്. തങ്ങളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളിലെല്ലാം അവർ പറയുന്നത്, ഒരു മാതാവ്, ഒരു പരിശുദ്ധ കന്യക, പരിശുദ്ധ അമ്മ നമ്മളോടുകൂടി സഞ്ചരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. തങ്ങളുടെ ജീവിതാനുഭവങ്ങളിലേക്കെല്ലാം അമ്മ കടന്നു വരുന്നു എന്ന വലിയ വിളിച്ചു പറയലുകളാണ് നാം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയിച്ചറിയാൻ പറയുന്ന തൻ്റെ ജീവിതാനുഭവം, തൻ്റെ ഒരു ചെറിയ ആഗ്രഹമായിരുന്നു. തൻ്റെ റിട്ടയർ കാലം അടുത്തു വരികയാണ്. അതിനു മുമ്പ് എനിക്കൊരു ഹൈസ്കൂൾ ടീച്ചറായി എൻ്റെ ജീവിതത്തിൽ എൻ്റെ അധ്യയന വർഷം അവസാനിപ്പിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് എന്ന് തൻ്റെ ഒരു വലിയ ആഗ്രഹം പരിശുദ്ധ അമ്മയുടെ മുന്നിലേക്ക് വെക്കുകയാണ്. തൻ്റെ ഉടമ്പടി ജീവിതം വളരെ വിശുദ്ധമായിരുന്നു. വളരെ വിശുദ്ധിയിലാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കുടുംബവും വിശുദ്ധരായി ജീവിച്ചു മരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് ജയിച്ചറിയാൻ പറയുന്നത്. അതുപോലെ തന്നെ തൻ്റെ ആഗ്രഹം പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുകയാണ്. ചെറിയ ഒരാഗ്രഹം, ഇനി എനിക്കതിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും ഞാൻ ആഗ്രഹിക്കുകയാണ്, അമ്മേ, എനിക്കെൻ്റെ അധ്യയന വൃത്തി അവസാനിക്കുമ്പോൾ എനിക്കൊരു നല്ല ഹൈസ്കൂൾ പ്ലസ് ടു ടീച്ചറായി വിരമിക്കണമെന്ന വലിയ ആഗ്രഹം വളരെ ചെറിയ ഒരു നിഴൽ പോലെ പരിശുദ്ധ അമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. പരിശുദ്ധ അമ്മ ചെയ്യുന്ന വലിയ ഒരു അട്ടിമറി എന്ന് പറയാം. പരിശുദ്ധ അമ്മ ഗവൺമെൻറ്റിലൊരു നിയമവ്യത്യാസം വരുത്തുകയാണ്. ഇനി 10 വർഷം നിങ്ങൾക്ക് സർവീസ് ഉണ്ടായാൽ മതി, നിങ്ങൾക്ക് ഒരു പ്ലസ് ടു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. അത് ഈ ജയിച്ചറിയാൻ വേണ്ടി ഉണ്ടാക്കിയൊരു നിയമം പോലെയാണ്. ചില സമയങ്ങളിൽ ഒരു മാസക്കാലം ജീവനുള്ള ആയുസ്സുള്ള ചില നിയമങ്ങൾ വരും. അത് കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യങ്ങൾ നേടിക്കഴിയുമ്പോൾ ആ നിയമം മാറുന്നതും ചില സാക്ഷ്യങ്ങളിൽ നമുക്ക് കാണാം. വളരെ ചെറിയ ഒരു ഗ്രൂപ്പ് വ്യക്തികളെ മാത്രം തിരഞ്ഞെടുക്കുന്ന ചില നിയമങ്ങൾ ഗവൺമെൻറ് പാസ്സാക്കുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിയുമ്പോൾ ആ നിയമം റദ്ദാക്കുന്നു. ഇവിടെ ജയിച്ചറിയാൻ്റെ ആഗ്രഹമനുസരിച്ച് തന്നെ പരിശുദ്ധ അമ്മ ആ നിയമം ഗവൺമെൻറ്റിലേക്ക് വെക്കുന്നു. എല്ലാ ഫയലുകൾ അടയ്ക്കുന്നതും തുറക്കുന്നതും പരിശുദ്ധ അമ്മയാണ്. തന്നോട് പ്രാർത്ഥിക്കുന്നവരെ, തൻ്റെ ശരണം വെച്ച് വരുന്നവരെയെല്ലാം പരിശുദ്ധ അമ്മ കൈ നിറയെ അനുഗ്രഹങ്ങൾ കൊടുത്താണ് പറഞ്ഞു വിടുന്നത്. നാം പല പ്രാർത്ഥനകളും ചെയ്യുന്നത് പോലെ, കൈക്കുമ്പിളിൽ ഞങ്ങൾ സ്നേഹവുമായി വരുന്നു, ഞങ്ങളുടെ കണ്ണുനീർ പൂക്കൾ അങ്ങ് ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ കണ്ണുനീർ പൂക്കളെ അങ്ങയുടെ പാദാന്ത്യത്തിൽ അർപ്പിക്കുന്നു എന്നൊക്കെയുള്ള പാട്ട് പാടുമ്പോഴും അതെല്ലാം വലിയ അർത്ഥവത്തായ പ്രാർത്ഥനകളാണ്, നെടുവീർപ്പുകളാണെന്ന് നാം മനസ്സിലാക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ തനിക്കുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും പരിശുദ്ധ അമ്മ നൽകുന്ന ഉടമ്പടിയുടെ ഉറപ്പ് ഏറ്റുപറയുന്ന കാര്യങ്ങളാണ് നാം ഏറ്റുപറയുന്നത്. നാം ഇവിടെ സാക്ഷ്യമായി അവതരിപ്പിക്കുന്നത്. തന്നെ ഒരു സാക്ഷിയാക്കി മാറ്റണമേ, പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമാക്കണമേ. പരിശുദ്ധാമ്മ എനിക്കും പ്രത്യക്ഷപ്പെടുന്നു, ഞാനും പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് വിളിച്ചു പറയാൻ തക്കവിധം താൻ ഉടമ്പടി ജീവിതം വളരെ കൃത്യമായി പാലിക്കുന്നു. ഉടമ്പടി വസ്തുക്കളെല്ലാം ഞാൻ കൃത്യമായി ഉപയോഗിക്കുന്നു. എൻ്റെ കുട്ടികളെയെല്ലാം, എൻ്റെ മുന്നിലേക്ക് വരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവവിശ്വാസമുള്ളവരായി, ദൈവസ്നേഹമുള്ളവരായി വളർത്തുവാൻ എന്നെ ഉടമ്പടി പരിശീലിപ്പിക്കുന്നു എന്ന വലിയൊരു ജീവിത രീതിയിലേക്ക് ഈ ദമ്പതികൾ കടന്നു വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ അധ്യയനങ്ങൾ, ഞങ്ങളുടെ പഠിപ്പിക്കലുകളെല്ലാം ദൈവസ്നേഹത്തെക്കുറിച്ചുള്ളതാണ്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ദൈവസ്നേഹത്തിൻ്റെ ആഴവും ഉയരവും വലിപ്പവുമെല്ലാം ആർക്കാണ് അളക്കാൻ സാധിക്കുക? ഒന്നിനും ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ സാധിക്കുകയില്ല എന്ന വലിയ ഒരു സിദ്ധാന്തമാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് ഒന്നിനെയും, പരിശുദ്ധ അമ്മ നമ്മെ ഈശോയിൽ നിന്ന് അകറ്റുന്ന ഏതൊരു കാര്യവും മുമ്പേ പോയി ചെയ്യുന്ന ഒരമ്മയാണ് നമുക്കുള്ളത്. സഞ്ചാരി മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന അമ്മ, നമുക്ക് വേണ്ടി സഞ്ചരിക്കുന്ന അമ്മയ്ക്ക് വേണ്ടി നമുക്ക് നിലകൊള്ളാം. ഈശോയ്ക്ക് നന്ദി പറയാം. ജയിച്ചറിയാൻ്റെയും
ഹസ്ബൻഡിൻ്റെയും ഈ വലിയ സാക്ഷ്യത്തിനെ നമുക്ക് പരിശുദ്ധ അമ്മയോടും ഈശോയോടും നന്ദി പറഞ്ഞുകൊണ്ട് വലിയൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്കൂടെ സമാപിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.